വിദ്യാർത്ഥികൾ കാത്തിരുന്ന വാർത്ത. അതെ, സിലബസ് കുറയ്ക്കുന്നു. വിശദാംശങ്ങളിലേക്ക് കടക്കാം ഈ വീഡിയോയിലൂടെ. തീർച്ചയായിട്ടും നിങ്ങളൊരു SLC +2 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് എങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കും ഇനി അങ്ങോട്ടുള്ള വരുന്ന എക്സാം ടിപ്സ് ആൻഡ് ട്രിക്സിനും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസത്തെയും നിങ്ങളുടെ സ്റ്റഡി പ്ലാൻസ് ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ കാര്യത്തിലേക്ക് കടക്കാം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് ശിവൻകുട്ടി സാർ അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒരു പരിപാടിക്കിടയിൽ പങ്കെടുക്കുന്നതിനിടയിൽ അദ്ദേഹം സൂചിപ്പിച്ച വരികളാണ്. 3ലധികം വിദ്യാർത്ഥികൾ തനിക്ക് പരാതി നൽകുകയുണ്ടായി. പരാതി നൽകിയത് ഇതിനാണ്: ഇപ്പോൾ പഠിക്കാനുള്ള സബ്ജക്ട്സ് അല്ലെങ്കിൽ സിലബസ്, പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു കൂടിയാലോചനയൊക്കെ നടത്തിയിട്ടായിരിക്കും അന്തിമ തീരുമാനം വരുന്നത്. പക്ഷെ അദ്ദേഹം നൽകിയിട്ടുള്ള ഉറപ്പ് പ്രകാരമാണ് അടുത്ത വർഷം മുതൽ SSLCക്ക് 25% സിലബസ് കുറയ്ക്കും, അല്ലെങ്കിൽ പഠനഭാരം കുറയ്ക്കും എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാവരും ഇന്നലെ ആയിട്ട് കണ്ടതാണ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ SSLC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ +1 +2 ആണെങ്കിൽ പോലും നിങ്ങളുടെ സിലബസ് കുറയുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ SSLCയിൽ പഠിച്ച പല പാഠഭാഗങ്ങളുടെയും പിന്തുടർച്ചയാണ് +1 +2 ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പാഠഭാഗങ്ങളുടെ സിലബസ് കുറഞ്ഞില്ല എങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താണ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കൊറോണ സമയത്തൊക്കെ നമ്മൾ ഫോക്കസ് ഏരിയ പോലെ കണ്ടതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു 25% പാഠഭാഗങ്ങൾ കുറയ്ക്കുമെന്ന് പറയും. ഒരുപക്ഷെ 2 രീതിയിലായിരിക്കും. നമ്മുടെ പുസ്തകങ്ങളെല്ലാം പുതുതായിട്ട് നവീകരിച്ചിട്ടേ ഉള്ളൂ. അതിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. പരീക്ഷ കേന്ദ്രീകൃതമായിട്ടുള്ള പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട പാഠഭാഗങ്ങളിലായിരിക്കും ഈ ഒരു 25% കുറവ് വരുന്നത്. ഏതായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സിലബസ് കുറയ്ക്കുക എന്ന് പറയുന്നത് നല്ല ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. ഇനി ഈ വർഷത്തെ പരീക്ഷകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം ഒഴിവാക്കാനുള്ള എല്ലാവിധ നടപടികളും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചു വരികയാണ്. അപ്പോൾ മോഡൽ പരീക്ഷയ്ക്ക് ഏകദേശം 10 ദിവസം മുമ്പ് തന്നെ ഫുൾ പാഠഭാഗങ്ങളും നടത്തി റിവിഷൻ ഉൾപ്പെടെ തയ്യാറാക്കാനുള്ള പാഠ്യപദ്ധതിയാണ് നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടർ മുഖേന ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഡീഷണൽ സപ്പോർട്ട്, പരീക്ഷ സംബന്ധിച്ച് നമുക്ക് അവർക്ക് ഓറിയന്റഡ് സെഷൻസ് എല്ലാം അതാത് സ്കൂളുകളിൽ നടപ്പാക്കി വരികയാണ് എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഒരു അനിശ്ചിതത്വം ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതുക. കാരണം നമ്മുടെ ഗ്രേസ് മാർക്ക്, ബാക്കി കാര്യങ്ങളെല്ലാം ഇങ്ങനെ പടിപടിയായിട്ട് നിശ്ചയത്തോടു കൂടി വരുന്നുണ്ട്. അർഹതപ്പെട്ടവർക്ക് കിട്ടുക തന്നെ ചെയ്യും. സോ കാത്തിരിക്കാം ഏറ്റവും പുതിയ വീഡിയോകൾക്കും വാർത്തകൾക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുക.